ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. ഇന്ന് വന്നേക്കുന്നത് അടിപൊളി ഊണ് റെസിപ്പീസുമായിട്ടാണ്. അപ്പോൾ ലഞ്ചിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി വിഭവങ്ങളാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ കൂന്തൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, വലിയ ജീരകം, അതിട്ട് കൊടുക്കുക. പിന്നെ 1-2 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ റാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ലിഡ് വെച്ച് അടച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ആഗോലിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഗോലി ഒന്ന് വരഞ്ഞിട്ട് മസാല തേച്ചിട്ട് വെക്കാമെന്നുള്ള പ്ലാനിലാണ്. പിന്നെ ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് പച്ചച്ചീരനേക്കാളും കൂടുതൽ ഇഷ്ടം ചുമന്ന ചീരയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ചീര ഇഷ്ടം എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതിന് മുൻപത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആഗോലി മാത്രമാണ് ക്ലീൻ ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ മാന്തൾ കുറേ നാളായി കഴിച്ചിട്ട്, അപ്പോൾ മാന്തൾ കുറച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ ഈസി അല്ലേ. അങ്ങനെ ആഗോലി മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചു. മാന്തൾ കഴുകി ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ചീര ഉപ്പേരി വെക്കാനാണ് കേട്ടോ. 2-3 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസിലുള്ള ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചീരയൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് ആവി തട്ടുമ്പോഴത്തേക്കും ഒന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനി ഇതാ വേറൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു 15-18 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ സ്മെല്ല് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചീര ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരയിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചീരയിലേക്ക് ഇനി ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ചെറുതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങയുടെയും പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിവെള്ളം കുറച്ചും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. സാധാരണ പുളി കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വാളം പുളിയിലെ അത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. പുളി പിഴിഞ്ഞാൽ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, പുളി ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ലപോലെ മിക്സായിട്ട് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ചീര നല്ലപോലെ വെന്ത് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചീരയുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീര റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മാന്തൾ മുളകിട്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. മാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാന്തൾ മാത്രമല്ല കേട്ടോ, അയില, ചാള ഒക്കെ ഇങ്ങനെ തന്നെയാണ് മുളകിടുന്നത്. ഈ ഒരു സൈസിലുള്ള മാന്തൾ മുളകിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ മീൻ കുക്കാവുന്നവരെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതാ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലുണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറെയും കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ലഞ്ച് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആ വേവുന്ന സമയം നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ കൂന്തളുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡും നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് കുക്കാവും കേട്ടോ കൂന്തൾ. ഞാൻ ഷോർട്സ് വീഡിയോയും കൂടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാത്തവരൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. പിന്നെ ഇതാ നമ്മുടെ കൂന്തലായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള കൂന്തലും കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്തിട്ടാ. ചോറൊരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. പിന്നെ ചീര ഉപ്പേരിയും മാന്തൽ മുളകിട്ടതും കൂന്തൽ ഫ്രൈയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.